ഗവർണറുടെ സന്ദർശനം കഴിഞ്ഞ് ഗവർണർ മടങ്ങിയിരിക്കുന്നു. കോഴിക്കോട് മാനാഞ്ചിറയിലും മിഠായി തെരുവിലുമൊക്കെയാണ് അദ്ദേഹം ഏറെ സമയം ചെലവിട്ടത്. ഇനി 3:30 സർവകലാശാലയിലാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക പരിപാടിയുള്ളത്. ഷഹീദും അരുൺ അമർനാഥുണ്ട്. ഷഹീദ്, തുടരാം അവിടുത്തെ ആളുകളുടെ അനുഭവങ്ങൾ, ഈ സന്ദർശന വിവരങ്ങൾ. വ്യാപാരികളുമായി അദ്ദേഹം ഏറെ നേരം സംസാരിച്ചു. എല്ലാവിധ പ്രതിഷേധങ്ങളും താൻ തൃണവൽക്കരിക്കുന്നു, തനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. പോലീസിന്റെ സുരക്ഷ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ കനത്ത പോലീസ് സുരക്ഷയുണ്ടായിരുന്നു. അതിലെല്ലാം ഉപരിയായി വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ. കോഴിക്കോട് നമുക്കറിയാം, കോഴിക്കോട് ഏറ്റവും ജനത്തിരക്കേറിയ SM സ്ട്രീറ്റ് ഒരു വീതിയാണ് SM സ്ട്രീറ്റ്. അവിടെ സ്വാഭാവികമായി തന്നെ നിരവധി ആളുകൾ ഉണ്ടാകും. ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. ആളുകൾ സെൽഫി എടുക്കാനും അദ്ദേഹവുമായി സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ ആളുകൾ ഓരോ തവണ ആവശ്യപ്പെടുമ്പോഴും ഒന്നിനോടും അദ്ദേഹം മുഖം തിരിച്ചില്ല എന്ന് മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആരെയും തടയണ്ട, എല്ലാവരും തന്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് താൻ ഈ തരത്തിലുള്ള എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഉയരുമ്പോഴും താൻ ജനങ്ങളുടെ മധ്യേ ഒരു സുരക്ഷയും പ്രശ്നമാക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും വകവെക്കാതെ താൻ ഇറങ്ങാൻ തയ്യാറാണ്, തന്നെ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയാണ്. ഈ സന്ദർശനം അത് വെറുതെ ഉള്ളൊരു സന്ദർശനമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. SFI നേരത്തെ ഈ സർവകലാശാല ക്യാമ്പസിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെ താമസം മാറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. അത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. അതായത് താൻ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ താൻ അത് കാണിച്ചു തരാം എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ആ നിലപാടിൽ നിന്നും അദ്ദേഹം വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് തന്നെയാണ്. അതുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തരത്തിലുള്ള പ്രതിഷേധവും SM സ്ട്രീറ്റിൽ ആരുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സംഘടനകളുടെയോ വ്യക്തികളുടെയോ ആരുടെ രീതിയിൽ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരൊക്കെ ഈ SM സ്ട്രീറ്റിൽ വ്യാപാരികളും അല്ലാതെ ഒക്കെ ഉണ്ടാകും. പക്ഷേ അവരാരുടെയും ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതിഷേധവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ല. മാത്രമല്ല വളരെ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അഭിവാദ്യത്വം ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ ഇടയ്ക്കിടെ മുഴങ്ങി. അഭിവാദ്യ മുദ്രാവാക്യത്തിനൊപ്പം അദ്ദേഹത്തെ ആളുകൾ സ്വീകരിച്ച് ആനയിച്ചു, മധുരം നൽകി, അവർക്കൊപ്പം സൗഹൃദം പങ്കുവെച്ചു. ആ രീതിയിൽ അദ്ദേഹം അത് ഈ 3/4 മണിക്കൂർ നേരം ഇവിടെ ചെലവഴിച്ചു എന്നുള്ളത് തന്നെയാണ്. തനിക്ക് ജനങ്ങളുമായുള്ള ബന്ധം, ആ രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണം, ഇതിന് കോഴിക്കോടിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും ഓരോ സന്ദർശനങ്ങളും ഓരോ അദ്ദേഹത്തിന്റെ കാൽവെപ്പുകളും വളരെ കൃത്യമായ ആലോചിച്ചുള്ള തീരുമാനപ്രകാരമാണ്. സംസ്ഥാന സർക്കാർ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ താൻ പിറകോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം SM സ്ട്രീറ്റിൽ ഓരോ ചുവടും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. കോഴിക്കോട് നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്കാണ് അദ്ദേഹം മടങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പരിപാടി നടക്കാനിരിക്കുന്നത്. ദിവിഷ്. ശരി, അരുൺ അമർനാഥ് കൂടി ചേരുന്നുണ്ട്. അരുൺ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ കടുത്ത പ്രതിഷേധങ്ങൾ കണ്ടേ? അതെ ദേവീഷ്, ആകപ്പാടെ ഒരു ട്വിസ്റ്റും ടേണും തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്കറിയാം ഇന്നൊരു ക്ലൈമാക്സ് ദിനം എന്ന് തന്നെയായിരുന്നു നമ്മൾ രാവിലെ തൊട്ട് പറഞ്ഞത്. അത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഗവർണർ എത്തി 1-ാം ദിവസം മുതൽ പ്രതിഷേധമായിക്കോട്ടെ, ഈ 2 ദിവസത്തെ പ്രതിഷേധത്തിന്റെ ഒരു കലുഷിതമായ അന്തരീക്ഷം നമ്മൾ പറഞ്ഞു. ഇന്ന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗവർണർ വന്നു അവസാന വരിയായി പറയുന്നത് എനിക്ക് ജനങ്ങളെ ഇഷ്ടമാണ്, ഞാൻ അവർക്ക് നടുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ കാറിൽ കയറി കോഴിക്കോടേക്ക് അതിവേഗത്തിൽ ഒരു യാത്ര തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ യാത്ര വഴിവെക്കിൽ കുട്ടികളെ എടുക്കുന്നു, ഈ പള്ളിയിൽ സന്ദർശനം നടത്തുന്നു. അത് കഴിഞ്ഞ ഏറ്റവും നേരത്തെ ഷെയ്ഖ് സൂചിപ്പിച്ച പോലെ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള ഒരു വീതി കൂടിയായ മിഠായി തെരുവിലൂടെ അദ്ദേഹം നടത്തുന്നു. പോകുന്ന വഴിക്കെല്ലാം ഗവർണർക്ക് മിഠായി തെരുവിന്റെ പ്രത്യേകത പോലെ മധുരമൂടുന്ന ഒരു വരവേൽപ്പ് തന്നെയാണ്. ഗവർണറെ കാണാനായി ആളുകൾ തടിച്ചുകൂടുന്നു. ഓരോ കടകളിൽ നിന്നും അദ്ദേഹത്തെ ആളുകൾ സ്വീകരിക്കുന്നു, മുകളിൽ നിന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു. എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോയത്. എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ ഏറ്റുവായിക്കൊണ്ട് തന്നെയാണ് ഗവർണർ യാത്ര തിരിച്ചത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ കൗണ്ടർ കൂടിയാണ് ഗവർണർ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഈ കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞ SFIക്ക് ഗവർണർ നൽകുന്ന ഒരു മറുപടിയായി തന്നെ കാണാം. പ്രതിഷേധിക്കുന്നവർക്കുള്ളൊരു മറുപടിയായി തന്നെ ഗവർണർ കാണാം. നിങ്ങൾ സ്വീകരിക്കാൻ ആളുകളുണ്ട് എന്ന് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിരിക്കും ഒരു ഗവർണർ ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം ആദ്യമായ ഒരു
അനുഭവം തന്നെയായിരിക്കും. ജനങ്ങളും അത് ഒരു മധുരമേറിയ അനുഭവം തന്നെയാണ്. മിഠായിത്തെരുവിന്റെ പ്രത്യേകത പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു അനുഭവം കൂടിയാണ് ജനങ്ങളും അത് സ്വീകരിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യാതൊരു പ്രതിഷേധവും ഈ വഴിയിൽ ഒന്നും കണ്ടില്ല. ഇനി ഗവർണറുടെ പരിപാടിയുള്ളത് 3:30 ആ സമയത്ത് തന്നെ എത്താൻ ഇനി വേറെ ഒരു വഴിയിലും അദ്ദേഹം തങ്ങില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടെ എത്താനുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളമുള്ള ഒരു യാത്രയുണ്ട്. ഇപ്പോൾ കറക്റ്റ് പുറപ്പെടുകയാണെങ്കിൽ ഒരു 3 മണിയോടുകൂടി ഗവർണർക്ക് അദ്ദേഹത്തെ എത്തി സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മധുരമേറിയ ഒരു അനുഭവം തന്നെയാണ് ഗവർണർക്ക് ഉണ്ടായത്. ഇനി അവിടെ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. SFIയുടെ ഉൾപ്പെടെ പ്രതിഷേധം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്ത് അരങ്ങേറുമോ? അത്തരത്തിലൊരു കനത്ത സുരക്ഷാ വലയത്തിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുമുണ്ട്. എന്തായാലും ഗവർണറുടെ ഒരു വ്യത്യസ്തമായ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. തീർത്തും പ്രവചനാതീതമായി തന്നെയാണ് ഈ 3 ദിവസങ്ങളും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായി ഗവർണറുടെ ഈ ഒരു മിഠായി തെരുവ് സന്ദർശനം കൂടി മാറുകയാണ്. ദിവിഷ. ശരി അരുണമൃതമാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സജീവമായൊരു ദിനം, അത് ഒട്ടേറെ നാടകീയമായ രംഗങ്ങൾ കൂടി നമ്മൾ കാണുന്നു. പ്രതീക്ഷിതമായി കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഗവർണറുടെ സന്ദർശനവും ഒക്കെ നമ്മൾ ഇന്ന് കാണുകയാണ്. ഇനി വരാൻ പോകുന്ന പക്ഷെ പ്രതിഷേധത്തിന്റെ സമയം കൂടിയാണ്. 3:30 അദ്ദേഹത്തിന്റെ പരിപാടി. അവിടെ SFI സ്വാഭാവികമായും സർവകലാശാലയിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുള്ള അത് തടയാനുള്ള മുൻകരുതൽ പോലീസും സ്വീകരിച്ചിട്ടുണ്ട്.